ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാൻ താഴ്വരയില്ല, ആശ്രയിച്ചിടാൻ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാൻ താഴ്വരയില്ല, ആശ്രയിച്ചിടാൻ ദിവ്യകാരുണ്യത്തെ. ട്രഡീഷണലായിട്ട് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് വിശ്വസ്തതയാണ്. ദൈവം ഓർക്കുന്നത് വിശ്വസ്തതയാണ്. അപ്പം നിസ്സാര കാര്യമല്ല വിശ്വസ്തത എന്ന് പറയുന്നത്. ഇപ്പം പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥന പരിശോധിച്ചാൽ പ്രവാചകന്മാർ ദൈവത്തോട് പറയുന്നത് എൻ്റെ പൂർവ്വകാലങ്ങളിലുള്ള അങ്ങയോടുള്ള വിശ്വസ്തത അങ്ങ് ഓർക്കണമേ. അത് വല്ലാത്ത പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റിൽ വിശ്വസ്തത, എൻ്റെ വിശ്വാസത്തെ ഓർക്കണമേ എന്നല്ല പ്രാർത്ഥിക്കണത്. നമുക്ക് വചനം എടുക്കാം. ശ്രുതികടെ ഹല്ലേലൂയ. ഈ എസക്കിയ രാജാവിനെ, എസക്കിയയുടെ രോഗശാന്തി നമ്മളുടെ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. നിങ്ങൾ ഉടമ്പടിയുടെ പഴയ പുസ്തകം ആണ് കയ്യിലിരിക്കണമെങ്കിൽ അതിലുണ്ട്. ആദ്യം ഞാൻ ഉടമ്പടി പുസ്തകം എഴുതണ ഒരു കാലം 2016 കാലഘട്ടങ്ങളിലെ കർത്താവ് വളരെ ക്ലാസിക്കലായിട്ട് കുറച്ച് ഉദാഹരണം എനിക്ക് തന്നു. ഉടമ്പടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതെല്ലാം മനസ്സിൽ ഓർപ്പിച്ച് തന്നിട്ട് ഞാൻ അപ്പം തന്നെ എഴുതിയത്. അപ്പം അതിനകത്ത് ഒന്ന് ഹെസക്കിയയുടെ രോഗശാന്തിയാണ്. എന്തുകൊണ്ട് നീ ഉപ്പ് ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് നീ തൈലം ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉപ്പിനെക്കുറിച്ചും തൈലത്തെക്കുറിച്ചൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല, എന്നോട് ഉപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തൈലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിൽ ആത്മാവ് ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലേക്കാണ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഞാൻ തിരിച്ചു ചോദിക്കും മനസ്സിൽ, കർത്താവ് ഉപ്പ് ഉപയോഗിച്ച് എന്തുകൊണ്ടാണെന്ന് ജനം ഉപയോഗിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? തൈലം ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കണത് നമ്മൾ എന്തുകൊണ്ടാണ് തൈലം ഉപയോഗിക്കേണ്ടതെന്ന് ജനങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ, ജനങ്ങൾ എഡ്യൂക്കേറ്റഡാണ്. പകുതിയുള്ള ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വരുന്നത് മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും എന്നൊക്കെ എൻ്റെ മനസ്സിലെ ഒരു ആന്തരികമായ നിശബ്ദമായ ആശങ്കകളിലാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കർത്താവ് എനിക്കൊരു ബിംബങ്ങൾ കാണിച്ചു തരുമായിരുന്നു. അതിലൊന്നാണ് എസക്കിയ കാണിച്ചു. എസക്കിയ രാജാവാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗം വന്നു. രോഗം വന്ന് അദ്ദേഹം കിടപ്പിലാകുമ്പോൾ ആമോസിൻ്റെ മകൻ ഏശയ്യാ ദീർഘദർശി വന്നിട്ട് എസക്കിയ രാജാവിനോട് പറയും, നിൻ്റെ സമയം തീരാറായി, നീ ബാലൻസ് ഷീറ്റൊക്കെ പരിശോധിച്ചിട്ട് കുടുംബകാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറയും. കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിക്കാനും ഒക്കെ കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഹെസക്കിയ സങ്കടപ്പെട്ട് ഭിത്തിയിലേക്ക് തിരിഞ്ഞിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കും. കാര്യം ദിവസങ്ങൾ എണ്ണിയിരിക്കുകയല്ലേ. അപ്പോൾ തൻ്റെ കാര്യസ്ഥതയും കണക്കും ഒക്കെ ഓഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പ്രവാചകന് അരുളപ്പാടുണ്ടാകുന്നതാണ്. അപ്പോൾ അദ്ദേഹം കണ്ണീർ വാർത്ത് ഭിത്തിയിലേക്ക് നോക്കി, കർത്താവേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാര്യം ടൈം കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടാണ് കർത്താവിൻ്റെ മനസ്സൊന്ന് ഇളകി. പുള്ളിക്കൊരു 10 കൊല്ലം കൂടി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ അതിനെന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും? അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. 10 കൊല്ലം കൂടി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ അതിനെന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും? പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന അതിലൊന്ന് ആദ്യത്തേത് എസക്കിയ പ്രാർത്ഥിക്കുന്നത് 38:2 വായിച്ച് ശ്രുതികടെ ഹല്ലേലൂയ. 38:2
ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. ഇത് അതായത് നമ്മളെക്കുറിച്ച്, ഇതാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ച് അത്യാഹിത കഥ. ഇപ്പോൾ അദ്ദേഹത്തിന് ആയുസിൻ്റെ പ്രശ്നമാണ്, നമുക്ക് ജോലിയുടെ പ്രശ്നമാകാം, ചിലപ്പോൾ വീടിൻ്റെ പ്രശ്നമാകാം, ചിലപ്പോൾ വിവാഹത്തിൻ്റെ പ്രശ്നമാകാം, ഇപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളാകാം. പക്ഷെ നമ്മൾ ദൈവതിരുസന്നിധിയിൽ ആസ്തികളെ ഡ്രോ ചെയ്യുന്നതിന് ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ ഒരു രൂപമാണിത്. എന്താണ് പറയണത്? 38:2 ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഞാൻ വിശ്വസ്തയോടും. ഒന്നാമത്തെ കാര്യം എന്താണ്? വിശ്വസ്തത. രണ്ടാമത്തെ കാര്യം വിശ്വസ്തയോടും അതുപോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ. ഇത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ്. ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള നമ്മൾക്ക് ക്രമീകരിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിശ്വസ്തത, രണ്ടാമത്തത് ഹൃദയത്തിൻ്റെ പൂർണ്ണത. നമ്മളൊരു ഹാഫ് മൈൻഡായിട്ട് ചില ആൾക്കാർ ചെയ്യും. ആ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ദൈവത്തിനെ ഹാഫ് മൈൻഡായിട്ട് ചെയ്യണത് കായൻ്റെ ബലി പോലെ റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ മാതപ്പിന് പിടിച്ച പോലെ തണ്ടുപത്രം ആർക്ക് കൊടുക്കാനാണ്, എപ്പോൾ കൊടുക്കും, ഏത് ആശുപത്രി പോകാനാണ്, അവർ വല്ലതും പറയുക, ഇങ്ങനെയൊക്കെ പിച്ചുമ്പയും പറഞ്ഞ് പ്രാന്തികളെപ്പോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ലേ? ഹാഫ് മൈൻഡാണത്. അത് കായൻ്റെ ബലി പോലെ റിജക്റ്റഡ് ആവും. കാര്യം നിങ്ങളുടെ ഈ കാട്ടിക്കൊണ്ടു കൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ദൈവം നോക്കണത് നിങ്ങൾ ഫിഡേലാണോ എന്ന് നോക്കും. ഈ ചെയ്യുന്ന ആളിനെ എന്ത് ചെയ്തു എന്നല്ല. നമ്മളെപ്പോഴും അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വിഷയമുണ്ട്. എന്താണ്? എന്ത് ചെയ്തു എന്നതിനേക്കാൾ ഉപരി എന്ത് സ്പിരിറ്റ് കൊണ്ട് ചെയ്തു എന്നാണ്. അത് എപ്പോഴും ദൈവത്തിൻ്റെ തിരുസേന വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നല്ല പ്രശ്നം. അത് ചെയ്തപ്പോൾ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. കർത്താവും വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതാണ്. അങ്ങനെ ചെയ്തപ്പോൾ എന്തരൂപിയാണ് നിങ്ങളെ നയിച്ചത്? അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. എന്തരൂപിയാണ് നിങ്ങളെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ എന്തരൂപിയാണ് നിങ്ങളെ നയിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹം കൊണ്ട് പോയി ചെയ്യാൻ പറ്റും, ദൈവത്തോടുള്ള കടുത്ത സ്നേഹം കൊണ്ട് ചെയ്യാൻ പറ്റും. വല്ലപാടും ചെയ്ത് ഒപ്പിച്ചിട്ട് വിസ പ്രോസസ്സിങ് ത്വരിതപ്പെടുത്തി ചെയ്യാൻ പറ്റും, ത്വരിതപ്പെടുത്താൻ വേണ്ടി ചെയ്യാം. എന്ത് മണ്ണാങ്കട്ടയാലും ശരി മാങ്ങാത്തൊരിയാലും ചെയ്ത് തുരച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 5 കെട്ട് പത്രത്തിന് 50 കെട്ട് പത്രവും മേടിച്ച് കൊണ്ടേ ഒപ്പിക്കും. ചിലപ്പോൾ നിങ്ങൾ 50 കെട്ട് പത്രമായിരിക്കും മേടിച്ച് കൊടുക്കണത്. എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന് എന്നാ പ്രസാദമാണോ ഉണ്ടാകാൻ പോണത്, എന്തെങ്കിലും ചെയ്തായാലും ശരി നമ്മുടെ കാര്യം വസ്തു വിറ്റ് കിട്ടിയാൽ മതി എന്ന്. അതാണ് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അവിടെ പ്രോബ്ലം ഇതാണ്. ചിലപ്പോൾ ഒരു ദിവസം, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞത്, ഒരു ഗർഭിണി ചേച്ചി 10 കിലോമീറ്റർ സഞ്ചരിച്ച് കൊണ്ടൊരു പത്രം കൊടുക്കാൻ പോയി ഒരു വീട്ടിൽ. അവർക്കിത് ആവശ്യമാണ്, അവർ ദൈവത്തിലേക്ക് വരണം. അതെന്ത് രൂപയാണത്? ഗർഭിണിക്ക് നടക്കാൻ തന്നെ പാടാണ്. ഗർഭിണി ചേച്ചി ഒരു പത്രം കൊടുക്കാൻ വേണ്ടി 10 കിലോമീറ്റർ സഞ്ചരിച്ച് പോയിരിക്കുകയാണ്. എന്താണ്? ആ വീട്ടിൽ ഇത് കൊടുക്കണം. എന്താണ്? അവർ കർത്താവിനെ അറിയണം. അതെന്താണ്? അതെന്തരൂപിയാണ്? ദൈവസ്നേഹമാണ്. അതാ പ്രശ്നം. ചിലപ്പോൾ നിങ്ങൾ 10 കെട്ട് പത്രം കൊടുക്കുമായിരിക്കും, പക്ഷെ ഇത് എങ്ങനെയെങ്കിലും കൊടുത്ത് ചെന്ന് എണ്ണം തികച്ചിട്ട് അതുവഴി നമ്മുടെ വിസ പ്രോസസ്സിങ് ത്വരിതപ്പെടുത്തുക, പരീക്ഷ ജയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നത് ആരെ? നിങ്ങളെ തന്നെയാണ്, ദൈവത്തെ അല്ല. ദൈവത്തിന് അതറിയാം, അഭ്യാസം അറിയാം. നിങ്ങളെ തന്നെയാണ്. നിങ്ങളെങ്ങനെ കരകയറാൻ വേണ്ടി, കാര്യം കാണാൻ വേണ്ടി കാലം പിടിക്കണമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കാലെ പിടിച്ചേക്കാണ്. അത് ദൈവസ്നേഹമല്ല ശരിക്കും പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തോടുള്ള സ്നേഹമാണ്. അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റും. അത് അതാണ് ഹെസക്കിയ പ്രാർത്ഥിക്കണം. ഒന്നിന് വായിച്ചോളൂ. ഹെസക്കിയ 2:32
കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. ദൈവത്തിന് പ്രീതികരമായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രീതികരമായിട്ട് എങ്ങനെ നമ്മൾ ജീവിക്കണത്, അത് വിൽ ഓഫ് ഗോഡ് ആണെന്ന് നോക്കണം. അതാണ് ദൈവത്തിന് പ്രീതി എന്ന് പറയണത്. ദൈവത്തിൻ്റെ ഇപ്പം നമ്മളിത് മുഴുവൻ പോണത് നിങ്ങളുടെ പ്രീതികരമായ വിഷയങ്ങളായിട്ടാണിത് വരണത്. അപ്പം അത് മുക്കാലും അപ്പം ദൈവത്തിന് അറിയാം ഇത് നിങ്ങളുടെ വിഷയം നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉടമ്പടിയിൽ ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫിലിം ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ എന്നോടൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ. അയാൾ കുറേ നേരം ഇതിൻ്റെ അകത്ത് ഉടമ്പടി എടുക്കുന്നവരെ കണ്ട് നിൽക്കുകയാണ് അയാൾ. എന്നിട്ട് അയാളുടെ കൂടെ ഒരു അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ എന്നെ കയറി കണ്ടേച്ചും അച്ഛൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു ഡയറക്ടർ വന്നിട്ടുണ്ട്, അച്ഛന് ഒരു മിനിറ്റ് സംസാരിക്കാവോ, വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ വന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അയാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഈ ഉടമ്പടി എടുക്കുന്ന കക്ഷികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ അച്ഛാന്ന് ചോദിച്ചു. ഞാൻ എടുത്ത വായിക്കും പറഞ്ഞ് 15% എന്ന് പറഞ്ഞു. അതാണ് അത് എൻ്റെ മനസ്സിൽ ഈശോ തന്നിരിക്കുന്ന 15%. അയാൾ ചോദിച്ചത് ഉടമ്പടി എടുത്ത വ്യക്തികൾ ഇപ്പം സിനിമാ നടന്മാരും അതുപോലെ തന്നെ പൈലറ്റുമാരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോഴേ സാധാരണ മനുഷ്യർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യം ഇതാണ്, ഉടമ്പടി എടുത്ത വ്യക്തികൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടോ, അവരുടെ പിന്നീടുള്ള അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു. പിന്നീടുള്ള അവരുടെ ജീവിതം എങ്ങനെയാണ്, അതാണ് ചോദ്യം. അച്ഛനല്ല ചോദിച്ചത്, അൽമേനിയാണ്, വിശ്വാസിയാണ് ചോദിച്ചത്. അപ്പം ഞാൻ എടുത്ത വായിക്കുക, ഞാൻ ചിന്തിച്ചല്ല മറുപടി പറഞ്ഞു, എടുത്ത കാര്യം എനിക്ക് റെഡിമെയ്ഡ് ആൻസർ അതിനതുണ്ട്. ഞാൻ പറഞ്ഞു 15% ഉടമ്പടി ജീവിക്കുന്നുണ്ട്, ബാക്കി 80% പോക്കാണെന്ന് പറഞ്ഞു. 85% സംബന്ധിച്ചിടത്തോളം അപ്പോഴുള്ള ഉടമ്പടിയും അപ്പോഴുള്ള പ്രാർത്ഥനയും അതിൻ്റെ ഒരു കാര്യം കാണലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പഴയ അവരുടെ ജീവിതത്തിലേക്ക് പോകും തിരിച്ച്. ഇത് ദൈവത്തിന് അറിയാം, അത്. അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ കണ്ണീരും കരച്ചിലും കണ്ടുമ്പോൾ ജീവിച്ച് പോട്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം അത് ചെയ്തു തരണമെന്നേ ഉള്ളൂ. പക്ഷെ നാളെ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഭൂതകാലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഭൂതകാലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അതാണ് ആസ്തി എന്ന് പറയണത്. ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലം. കഴിഞ്ഞുപോയ കാലത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് വളരെ വളരെ ഈഡിറ്റതായിരിക്കണം. ഇപ്പോൾ എസക്കിയ എന്താ പ്രാർത്ഥിക്കണത്? എൻ്റെ കഴിഞ്ഞുപോയ കാലം അത് വിശ്വസ്തതയുടെ കാലമായിരുന്നു. എൻ്റെ കഴിഞ്ഞുപോയ കാലം അത് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിച്ച കാലമായിരുന്നു. അത് നീ ഇപ്പോൾ ഓർക്കണം, വർത്തമാനകാലത്ത് ഓർക്കണം. ദൈവം വർത്തമാനകാലത്ത് ഓർക്കേണ്ടത് ഭൂതകാലത്തെ വിശ്വസ്തതയാണ്. എൻ്റെ ദൈവവേദന ഭൂതകാലത്തെ വിശ്വസ്തത, ഭൂതകാലത്തെ കഴിഞ്ഞുപോയ കാലത്തെ ദൈവസ്നേഹം, പൂർണ്ണ ഹൃദയത്തോടെയുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച് നിനക്ക് അതിൻ്റെ ഒരു ആസ്തി ഉണ്ടെങ്കിലേ ദൈവം അറ്റകൈ ചെയ്യാൻ തയ്യാറാകും. അറ്റകൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരിക്കൽ ആനാവറമ്പിൽ എൻ്റെ പിതാവ്, ഞാനും പിതാവുമായിട്ട് ബിഷപ്പ് ഹൗസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃപാസനത്തെക്കുറിച്ച് ഡിസ്കഷനിൽ വന്നപ്പോൾ പിതാവ് പറഞ്ഞു, ഇത് അത്ഭുതങ്ങളുടെ ധ്യാനകേന്ദ്രമാണെന്നാണ് പുറത്തറിയണത്. ബിഷപ്പുമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ആനാവറമ്പ് അവിടെ ഭയങ്കര അത്ഭുതമാണ് നടക്കണതെന്ന്. അപ്പം ഇത് ധ്യാനകേന്ദ്രമാണെന്ന് പിതാക്കന്മാർക്ക് അങ്ങനെ കുറച്ച് ഐഡിയ ഇല്ല. ഇത് അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്നാണ് കേരളത്തിലെ ബിഷപ്പുമാർ ഞങ്ങളുടെ ബിഷപ്പിന് കൊടുത്തിരിക്കുന്ന ഒരു നോട്ട്. അപ്പം എൻ്റെ ബിഷപ്പ് എന്നോട് പറഞ്ഞ് അത്ഭുതങ്ങളുടെ സ്ഥലമാണെന്നാണ് പുറത്തുള്ള റിപ്പോർട്ടെന്ന് പറയണം. അപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാണ് പിതാവ്, അത് ശരിയാണ് പിതാവ്. കാര്യം വെച്ചാൽ ദൈവം എവിടെയുണ്ടോ അവിടെ അത്ഭുതം ഉണ്ടാവും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. വിശ്വസ്തതയും ഭാഗികമല്ലാത്ത പൂർണ്ണമായ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ തിരുസന്നിധി. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇന്നലെ കൊച്ചത്തിൻ്റെ കൂടെ പോയി കുമ്പസാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നിയപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി, ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാനൊരു
അപേക്ഷയൊക്കെ പിടിച്ച് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കണം. സ്വപ്നമാണേ, ഒരു അപേക്ഷയൊക്കെ പിടിച്ച്, നിങ്ങളുടെ അപേക്ഷയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കണ സമയത്ത്, പക്ഷെ മാതാവിൻ്റെ ഈ രൂപക്കൂട്ടി ഔസേപ്പിതാവ് ഇതേ കളറിൽ തന്നെ ഉണ്ട്. അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ അല്ലാതെ തന്നെ പകൽ കണ്ടിട്ടുണ്ടത്. പക്ഷെ സ്വപ്നത്തിൽ വീണ്ടും വന്നു. ഔസേപ്പിതാവും മാതാവും കണ്ണടച്ച് എൻ്റെ അപേക്ഷ ഗൗനിക്കാതെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഡെസ്പായി. അപ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ജനങ്ങളുടെ കുഴപ്പമാണെങ്കിൽ ഞങ്ങൾക്കത് ഇവിടെ പ്രാർത്ഥിച്ച് തീർക്കാൻ പറ്റും. മധ്യസ്ഥ പ്രാർത്ഥന സ്ട്രോങ് ആക്കാൻ കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടി ഉടനെ മധ്യസ്ഥ പ്രാർത്ഥന സ്ട്രോങ് ആക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്ത് ഇനി എൻ്റെ കുഴപ്പമല്ലോ ആണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ കുറച്ച് ദിവസമായി കുമ്പസാരിച്ചിട്ട് ഞാൻ പോയി കുമ്പസാരിക്കാതെ കുമ്പസാരിച്ചു. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞാൻ അതായത് 460 രൂപയ്ക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോയി കുമ്പസാരിച്ചിട്ടുണ്ട്. 460. അന്ന് ഉടമ്പടിയൊന്നും ദൈവം തന്നിട്ടില്ല. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഓരോ പള്ളികളിൽ നടക്കുകയാണ്. അച്ഛനില്ല അവിടെ, കുമ്പസാരിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കണ പരിപാടി പണ്ട് പോലെ ഇല്ല. ആരെങ്കിലും കൊണ്ടുപോകാനാണ് പോണത്. അപ്പോൾ അന്ന് ആരുമില്ല കൊണ്ടുപോകാൻ. അപ്പോൾ ഓരോ ഓട്ടോറിക്ഷ പിടിച്ച് എന്തിനാണ് കുമ്പസാരിക്കാൻ പോകാനാണ്. അപ്പോൾ അടുത്ത ഒരു ആശ്രമത്തിൽ ചെന്ന്, അവിടെ അച്ഛനില്ല. പിന്നെ അവിടുന്ന് വേറെ ആശ്രമത്തിൽ പോയി, അവിടെ അച്ഛനില്ല. ആശ്രമം ഉള്ള പാട്ടിൽ പോയി അച്ഛനെ കണ്ടുപിടിച്ചപ്പോൾ 460 രൂപയെ ഓട്ടോറിക്ഷ. അപ്പോൾ ഇത് 460 രൂപയ്ക്ക് കുമ്പസാരിക്കേണ്ട വല്ല കാര്യമുണ്ട്? എന്താ, നമ്മളധികം പാപസാഹചര്യങ്ങളല്ലല്ലോ ജീവിക്കണത്, കർത്താവിൻ്റെ ജോലി തന്നെയാണല്ലോ എപ്പോഴും ചെയ്യണത്. അപ്പോൾ പക്ഷേ എങ്കിലും ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി 460 രൂപ പിടിച്ച് ഓട്ടോറിക്ഷ പിടിച്ച് പോകുമ്പോൾ അതിനാണ് വിശ്വസ്തത എന്ന് പറയണത്. അതിനാണ് അമ്മമാല പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലേ അതിന് കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദുരന്തമുണ്ടാകാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ക്ലീനേഴ്സോട് സംസാരിക്കുകയായിരുന്നു. ഒരു കാര്യമെന്ന് പറയണത്, ദൈവം എന്നോട് പറഞ്ഞ് അമ്മമാല പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എന്താ പറഞ്ഞത്, ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാനത് ബുദ്ധിപൂർവ്വം എടുക്കുന്ന ആളല്ല. ഞാൻ ദൈവം എന്താ പറയണത് അത് അതുപോലെ നടപ്പിലാക്കും. എനിക്കറിയാം ഇത് അച്ഛന്മാരൊക്കെ എന്നെ കളിയാക്കും, ഇതിങ്ങൾക്ക് വട്ടുപാട് തോന്നിയതാണ്, സ്വപ്നം കണ്ടതായിരിക്കും. ഇപ്പം ഇന്നലെ കണ്ണൻ എന്നും പറഞ്ഞൊരുത്തൻ, അവൻ കത്തോലിക്കൊന്നുമല്ല കേട്ടാ, അവൻ ക്രിസ്ത്യാനിയല്ല. കണ്ണൻ്റെ സാക്ഷ്യം എന്താണെന്ന് അറിയാമോ? പണ്ട് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. കണ്ണന മലബാറുകാരനാണ്. കണ്ണൻ പറയണത് പണ്ട് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. അന്ന് ഞാൻ പറഞ്ഞത് ഉടമ്പടി ആധ്യാത്മികതയുടെ ഒരു സ്കൂളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞാൻ പറയണത് അതല്ല. ഉടമ്പടി എന്ന് പറയണത് നിത്യതയുടെ താക്കോലാണെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു കാലത്തിൻ്റെ അപ്പുറത്ത് ഹൃദയത്തെ കൊണ്ട് മനസ്സിലാക്കുന്നവരുടെ ആധ്യാത്മിക അനുഭവങ്ങളെ ജാതിക്കും മതത്തിനും അപ്പുറത്താണ് കണ്ണന്മാർ ജീവിക്കണത്. എന്താണ്? ഉടമ്പടി നിത്യതയുടെ താക്കോല്. എന്തൊരു വർത്തമാനാണ്. ഞാൻ കീഴ്പാട് കുമ്പിട്ട് പോയി. എന്താ കാര്യം? ഉടമ്പടി നിത്യതയുടെ താക്കോലെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് വന്ന് അവരോട് പറഞ്ഞു കാണുമത്. അതാണ് അവരുടെ ജ്ഞാനം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, അച്ഛൻ പറഞ്ഞു വരണത് എന്താണെന്ന് അറിയാമോ? ഇതിന് ആസ്തി ഭദ്രതയെക്കുറിച്ചാണ് പറയണത്. അത് നിങ്ങൾക്ക് അതായത് ദൈവസ്നേഹ, ദൈവത്തോടുള്ള ആർദ്രമായ, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ദൈവത്തിനോട് അത്രയും ഒരു സ്നേഹം ഉണ്ടാകണം. എൻ്റെ മക്കളെ, നിങ്ങളെ തിരികത്തിക്കത്തില്ല. പച്ചത്തിരി നിരക്കത്തിരിയും കത്തിക്കുമ്പോൾ എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ മക്കൾ അല്ലോ. എൻ്റെ ദൈവമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിനക്ക് വേണ്ടി ജീവിക്കാൻ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പം ഞാൻ കുഞ്ഞുങ്ങളെ എടുക്കാനൊക്കെ ഒരു മരിങ്ങെന്ന് പറയത്തില്ലേ? മരിങ്ങെന്നൊക്കെയാണ് ആലപ്പുഴ ഭാഷ. ഇപ്പം നമ്മൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഒരു ജ്ഞാനസ്ഥാന പ്രായമാകണ സമയത്തൊക്കെ സാധാരണ അമ്മമാർ കുഞ്ഞുങ്ങളെ കൈമാറി കൊടുക്കത്തില്ലല്ലോ. ആശുപത്രിയിൽ നിന്നൊക്കെ പെറ്റ് വന്നുവെച്ചും കുഞ്ഞുങ്ങളെ അടുത്ത് അവിടെ പോയി ഇരിക്കും, തൊടിക്കത്തൊന്നുമില്ല. കാര്യം കൊച്ചു പിള്ളേരായാലും നമ്മുടെ ആൻറ്റിമാരായാലും കുഞ്ഞുങ്ങളെ വന്ന് എടുക്കുന്നതിൻ്റെ കൈ ഈ ഒരു മരിങ്ങുണ്ട്, അതല്പം തെറ്റിപ്പോയാൽ കുഞ്ഞിന് നീർക്കെട്ടലുണ്ടാവും.
അതുകൊണ്ട് അമ്മമാർ തന്നെ എടുക്കണം. അതുകൊണ്ട് അമ്മമാരല്ല കൈമാറി എടുത്ത കൊച്ചുക്ക് നിലവിളിക്കുകയും ചെയ്യും ഉടനെ. അത് എഴുതണ പേന പോലൊരു തായമുണ്ട്, അതിന് എടുക്കുന്നതിന് തായമുണ്ട്. ഇതുപോലെ ദൈവസ്നേഹത്തിനൊരു തായമുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ സംസാരിച്ച ദൈവസ്നേഹത്തിനൊരു തായമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മകളാണ്, മകനാണെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ എന്തോ ഒരു ഫങ്ഷണറി ആണെന്ന് തോന്നരുത്. ഇപ്പോൾ ഒരു വിഷയമുണ്ടായി, അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒന്ന് കുറച്ച് ആധ്യാത്മിക അഭ്യാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന എന്തോ ഒരു വസ്തുവാണെന്ന് തോന്നരുത്. മറിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ എന്തിനാ ഞാൻ ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ ഒറ്റടിക്ക് പറയണം, ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചെന്ന് പറയണം. മനസ്സിലായില്ലേ? എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്? ശ്രുതികട്ടെ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ടത്, യൂട്യൂബിലുണ്ട്. അവരുടെ പേര് അതായത് സിമി തൃപ്പൂണിത്തറ. സിമിയുടെ സാക്ഷ്യവും നമുക്ക് കേട്ടാൽ നമുക്ക് ത്രില്ലടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമിയുടെ വിഷയമെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞുതരാം. അയാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മുടെ ഈ ഫെലോപ്പിയൻ ട്യൂബ് അല്ല, ഈ നമ്മളുടെ ഗർഭനാളിയില്ലേ, അതിന് ക്യാൻസറാണ്. അപ്പോൾ ഒരു ക്യാൻസർ വന്ന് അതിൻ്റെ ഗർഭനാളി ഒരെണ്ണം എടുത്ത് കളഞ്ഞ്. അപ്പോൾ എന്നിട്ട് അവൾക്ക് നല്ല ധൈര്യമാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്, പക്ഷെ എന്നാലും എനിക്ക് ഒരു അണ്ടനാളി എടുത്ത് കളഞ്ഞിട്ടും എനിക്ക് മരുന്നുണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ശാസ്ത്രമുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് ഞാനങ്ങനെ ധൈര്യം പെട്ടിരുന്നു. ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ചികിത്സ പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും സെക്കൻഡ് സ്റ്റേജ് ക്യാൻസർ വന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ശാസ്ത്രമുണ്ടല്ലോ, എനിക്കത് പ്രശ്നമൊന്നുമില്ല, കീമോ എടുത്തിട്ട് ഒത്തിരി പേര് രക്ഷപ്പെടുന്നുണ്ടല്ലോ, പിന്നെ എന്താ പ്രോബ്ലം? ഞാനങ്ങനെ മൈൻഡ് ചെയ്തില്ല. ഞാൻ വളരെ ക്ലിയറായിട്ട് പോയി. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പോയ ക്യാൻസർ 3-ാം പ്രാവശ്യം വന്ന്. 3-ാം പ്രാവശ്യം എൻ്റെ ഇവിടെ തോളിലൊരു മുഴ വന്ന് എൻ്റെ പെൽവിക് റീജിയനിലൊക്കെ അരക്കെട്ടിന് താഴെയും അരക്കെട്ടോട് ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇതുപോലെ മുഴകൾ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പെറ്റ് സ്കാൻ എടുത്തു. അപ്പോൾ കുറച്ച് വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ ചങ്ക് പതറിപ്പോയി. ഇത്രയും നാൾ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞത് എന്താണ്, നമുക്ക് നോക്കാം. അപ്പം ഞാൻ വിശ്വസിച്ച സയൻസിനെ എവിടെയോ അടി പതറുന്നുണ്ട്. ആ പതർച്ച തിരിച്ചടിച്ച് ഇവൾക്ക്. കരിവെള്ളം മുടിയൊക്കെ പോയി, ലക്ഷണം മാറി. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ പോയി. മനസ്സിലായില്ലേ? 3-ാം സ്റ്റേജ് വന്നിട്ട് 1.5 കൊല്ലം 2 കൊല്ലം ഈ പേഷ്യൻ്റ് കടന്നു പോയിട്ടും സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ചികിത്സയുണ്ടല്ലോ, എത്ര പേര് ചികിത്സിച്ച് സുഖപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുകയാണ്. അപ്പോൾ ഇവർക്ക് ഫുള്ളായിട്ട് ദൈവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എന്താ കാര്യം? ചികിത്സയുണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന് അവലംബം വെച്ച് നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ എസക്കിയ പറയുന്നത്. ആ വചനം വായിച്ച മോളെ ശ്രുതികട്ടെ. യെശയ്യാ 38:3. കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അപ്പൊ എസക്കിയ എന്താ പ്രാർത്ഥിക്കണത്? ഒന്ന്, എൻ്റെ പൂർവ്വകാലങ്ങളിലുള്ള വിശ്വസ്തത. പിന്നെ എന്താ? പൂർണ്ണമായ ഹൃദയത്തോടെ അങ്ങയുടെ തിരുസ് അവരുടെ പ്രശ്നം വേണ്ടത്. ഇപ്പോൾ ഡോക്ടറുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ, മെഡിസിൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേ പൂർണ്ണ ഹൃദയമില്ലത്. ഹൃദയം 15
സയൻസിന് കൊടുത്തിരിക്കുകയും. ഇവിടെയാണ് പ്രശ്നം വേണ്ടത്. നിങ്ങൾ സയൻസിന് കൊടുക്കും, ഞാനും ചികിത്സിക്കുന്നതാണ്, എനിക്കും രോഗം വന്ന് ഞാനും ചില സമയത്ത് ചികിത്സിക്കും. പക്ഷേ അതല്ല പ്രശ്നം. നമ്മൾ അതിന് ഹൃദയം കൊടുക്കരുത്. ഹൃദയം ആർക്കാണ് കൊടുക്കേണ്ടത്? ഹൃദയം സയൻസിനെയും ഡോക്ടറിനെയും കണ്ടുപിടിച്ച ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇടത് കൈയും വലത് കൈയും പോലെ തന്നെ പ്രാർത്ഥനയുടെ രണ്ട് കൈകളാണ്. എന്ത്? വിശ്വസ്തതയും പൂർണ്ണഹൃദയവും. പൂർണ്ണഹൃദയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ചേച്ചി എന്നാ പറയണത്? എനിക്ക് ഡോക്ടർ ഉണ്ടല്ലോ, മരുന്നുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നല്ല. അതാണ്. അപ്പോൾ ഹൃദയം പകുതിയോളം മരുന്നിലാണ് ആശ്രയിക്കുന്നത്. പിന്നെ മേമ്പൊടിക്ക് പ്രാർത്ഥനയും. അവിടെ വിഷയം തന്നെ. നിങ്ങളുടെ വിഷയത്തിൽ വെറുതെ വരുകയും നിങ്ങളെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, വീട് വെക്കാം, ലൈഫിൻ്റെ കാശ് കിട്ടിയല്ല 4 ലക്ഷം, ബാക്കി നമുക്ക് ഇന്നാൾ ഇത്ര രൂപ തരാനുണ്ടല്ലോ അത്, പിന്നെ വീട്ടിൽ പൊന്നുണ്ടല്ലോ അത്, ഇങ്ങനെ കുറേ ആശ്രയം വെക്കും. നിങ്ങളെ ആശ്രയം വെക്കുമ്പോൾ സ്വാഭാവികമായി പ്രാർത്ഥനയുടെ ബലക്ഷയം ഉണ്ടാകും. പ്രാർത്ഥനയുടെ ബലക്ഷയുണ്ട്. കാര്യം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫുള്ളായിട്ടുള്ള കർത്താവ് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ കാര്യമാക്കുന്നത് ബേസിക്കായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിനാണ്. കൈയടിച്ച് കർത്താവ് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ അത് പ്രേയറിൽ അഡ്രസ്സ് ചെയ്യരുത്, മനസ്സിൽ പോലും ഓർക്കരുത്. ദൈവം മാത്രമേ നമുക്കുള്ളൂ എന്ന് ഓർക്കണം. അതായത് കർത്താവിൻ്റെ കാലത്ത് ഞങ്ങൾ എബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട് എന്നിവർ വിചാരിച്ചിരുന്നു. ഇപ്പം കർത്താവ് എന്ന് പറഞ്ഞ് അങ്ങനെ എബ്രാഹം ഉണ്ട്, യാക്കോബുണ്ട്, ഇസഹാക്കുണ്ട് എന്നൊന്നും പറയരുത്. കാര്യം ദൈവത്തിന് അതൊരു സബ്സ്റ്റിറ്റ്യൂട്ടായി പോകും. കാരണം ഈ കല്ലിൽ നിന്ന് വേണമെങ്കിൽ ദൈവത്തിന് എബ്രാഹത്തെ സന്തതികൾ ജനിപ്പിക്കാൻ കഴിയും. അപ്പം മനസ്സിരിപ്പ് മനസ്സിലായില്ലേ ദൈവത്തിൻ്റെ? ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. വീഴ്ചകൊണ്ട് മത്തായി 3:9 ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ശരി, ഇതാണ് പ്രശ്നം. അഭിമാനങ്ങളിലായിരിക്കും ടോർപ്പട വീഴാൻ പോണത്. നമുക്ക് ഇന്ന സംഭവം ഉണ്ട് എന്നും പറഞ്ഞ് അഭിമാനിക്കരുത്. FD ഉണ്ട്, പറമ്പുണ്ട്, പൊന്നുണ്ട്, ആങ്ങള അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് പ്രശ്നം. ഉണ്ട് എന്ന് പറയരുത്. ആധ്യാത്മികമായി വരുമ്പോൾ ഈ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നേരെ ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് വരണത്. ഞങ്ങൾക്ക് ഈശോ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? അല്ലാതെ എൻ്റെ അനിയത്തി ലണ്ടനിലുണ്ട്, മറ്റേയാൾ ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട് എന്ന് നിങ്ങൾ പറയരുത്. പറഞ്ഞോളൂ. ഈ കല്ലുകളിൽ ദൈവമേ എന്തൊരു പറച്ചിലാണ് കേട്ടെ. ഈ കല്ലുകളിൽ നിന്ന് പറഞ്ഞേ, ഈ കല്ലുകളിൽ നിന്ന് എബ്രാഹത്തിന്റെ സന്തതികളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. പരമദിവ്യകാരണത്തിന്. അപ്പൊ എന്നെ കൈവിടാത്തവൻ യേശു കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴേ നമുക്ക് ബോധമില്ലെങ്കിലും കൂടെ ഉണ്ടാവും. പല ആൾക്കാരും നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ബോധമുള്ളപ്പോഴേ ഉണ്ടാകത്തുള്ളൂ. വന്ന് നോക്കും, നമുക്ക് കണ്ണ് ബോധം ഉണ്ടായില്ലെന്ന് നോക്കും. ബോധം ഇല്ലെങ്കിൽ അവർ സ്കൂട്ടാവും. നമ്മളറിയത്തില്ലല്ലേ, നമ്മൾ വന്നതും അറിയത്തില്ല. ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോഴേ ബോധമില്ലെങ്കിലേ നമുക്കൊരു ചെറിയ ഇച്ഛാഭംഗമാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടിയും പിടിച്ച് വന്നിട്ട് ഈ സാധനത്തിന് ബോധമില്ലല്ലോ, ഞാൻ വന്നത് പോലും അറിയത്തില്ലല്ലോ. ബോധം വരുമ്പോൾ പറഞ്ഞേക്കണേ ഞാൻ വന്നെന്ന് ഇല്ലേ? അടുത്ത് നിൽക്കണേ ബൈസാനോട് പറയവേ, ഇച്ചായന് ബോധം വരുമ്പോൾ പറഞ്ഞേക്കണേ ഞാൻ വന്നെന്ന് പറഞ്ഞേക്കണേ. ഇപ്പം ഞാൻ വരണമെന്ന് വന്നു എന്നുള്ളതിന് ഇയാൾക്ക് എന്താ വേണ്ടത്? ബോധം വേണം. ബോധമില്ലെങ്കിൽ നമ്മൾ വണ്ടി സ്കൂട്ടാവും, നമ്മളുണ്ടാകത്തില്ല. മനുഷ്യന്മാരുടെ എല്ലാ ബന്ധവും അങ്ങനെയാണ്. പക്ഷെ നിൻ്റെ ദൈവം
നിനക്ക് ബോധമില്ലെങ്കിലും നിന്റെ കൂടെ ഉണ്ടാകും. കൈയടിച്ചു ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ബോധമില്ലെങ്കിലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനൊരു സാക്ഷ്യം ഉണ്ടായി. അത് മെജോ എന്ന് പറയും, നല്ല സാക്ഷ്യമാണ്. മെജോ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ബോംബെ പോയി. അപ്പോൾ 2ാം നിലയിൽ നിന്ന് മെജോ ആ വീട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റി 2ാം നിലയിൽ നിന്ന് ആൾ താഴെ പോയി. താഴെ വീണിട്ട് കണ്ണ് തെറിച്ചു പോയി, കൈ ഊരിപ്പോയി, വലതുവശം മൊത്തം തളർന്നു പോയി, മുട്ട 8ആയി പൊട്ടി, കാലും കൈയുമൊക്കെ ഒടിഞ്ഞ്, തല കുടുങ്ങി, ഒരു ചോരക്കട്ടയായിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ ശവമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഒരകൃതം പിടിച്ച് കട്ടിലിട്ട് മാറ്റി. കാര്യം ഡെഡ് ബോഡിയാണല്ലോ വന്നിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പൾസ് വന്ന്, അപ്പോൾ ഉടനെ ഇവരെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി പരിശോധിച്ച് അകത്തിന് എന്തുമാത്രം കുഴപ്പമുണ്ടെന്ന് അറിയത്തില്ലല്ലോ, പുറത്തിത്തരം കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആൾ മരിച്ചതിന് തുല്യമാണ്. പക്ഷേ ഇതെല്ലാം കണക്ക് കൂട്ടി തല പൊട്ടിയതും കൈ ഒടിഞ്ഞതും മുട്ട് ചെട്ട തെറിച്ചതും അതുപോലെ തന്നെ കണ്ണ് തെറിച്ച് പോയതും മോളിൽ നിന്ന് വീഴുകയല്ലേ പടഞ്ഞ്, ഇതെല്ലാം ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് 24 ലക്ഷം രൂപയുടെ ബില്ല് വന്നു. ഇയാളെ തൊടണമെങ്കിൽ 24 ലക്ഷം രൂപ വേണം. അപ്പോൾ ഇയാൾക്ക് ബോധമില്ല, ഡെഡ് ബോഡി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ 24 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അവർ ഇയാളെ കൊണ്ടുപോകും, അതാണ് പ്രശ്നം. അപ്പോൾ ഒരു നേഴ്സ് അവിടെ വന്നിച്ചും ഈ വ്യക്തിയുടെ കൊണ്ടുവന്നവരോട് പറഞ്ഞ് 24 ലക്ഷം രൂപ വേണ്ടി വരുമെന്നാണ് കണക്ക്, പക്ഷേ പേടിക്കണ്ട, എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടാൽ മതി, എൻ്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാം ആശുപത്രി. അപ്പോൾ 10 ലക്ഷം ഇളവ് കിട്ടും. ആര്? ഇയാൾക്ക് ബോധമില്ലേ? ബോധമില്ലാത്ത ഡെഡ് ബോഡിക്ക് 10 ലക്ഷം ഇളവ് കൊടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ദൈവം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. ദുരിതങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അപ്പം ജയേഷ് ഇപ്പോൾ ഈ പാട്ട് പാടിയപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നെ കരുതുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചില്ലേ, അവർക്കത് പാട്ടാണെന്ന്. പാട്ടല്ല, അതൊരു ജീവിതമാണ്. എനിക്കായി കരുതുന്നവൻ, നമുക്ക് ബോധമില്ലെങ്കിലും കരുതുന്നവനാണ്. ഒരു ബന്ധവും പരിചയവും വേണ്ട ദൈവത്തിൽ നിന്നെ കരുതാൻ. ഈ നേഴ്സ് പറഞ്ഞു എൻ്റെ ബ്രദറാണെന്നും പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബ്രദറാണെന്നും പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ പെങ്ങന്മാരെന്നൊക്കെ പറയണതേ ഒരു ഒന്നൊന്നര സംഭവമാണ്. ഒത്തു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അതായത് പെങ്ങൾക്ക് ഉടനെ അവൾ ഓടി അവൻ്റെ റിപ്പോർട്ടും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നു. മാതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ട് മാതാവിൻ്റെ റിപ്പോർട്ട് കാണിച്ച് എന്ന് വെച്ചു, അമ്മ പോകണം, അമ്മ പോകാതെ വേറൊരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. എന്നെ കണ്ടില്ലെന്നൊന്നും അറിയത്തില്ല, അങ്ങനെയൊന്നും സാക്ഷ്യത്തിൽ പറയണില്ല. റിപ്പോർട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. അവൾ കാണിച്ചതാണോ സാധാരണ ഞാനാണ് കൊണ്ടുവന്ന് റിപ്പോർട്ട് കാണിക്കണം മാതാവിൻ്റെ അടുത്ത്. അപ്പം എന്നെ ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് എന്നോട് പറഞ്ഞത് അങ്ങനെ അക്യൂട്ട് കേസൊക്കെ നേരിട്ട് കൊണ്ടുവന്ന് ആൾത്താരെ കയറാൻ പണ്ട് ആൾക്കാർ കയറുമായിരുന്നു. അപ്പോൾ പുതിയ ആൾത്താർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾത്താര അകത്ത് പണ്ട് കയറുന്നവർ ഒരു ഭവ്യതയും ഭക്തിയും ഇല്ലാതെയാണ് വഴിയെ പോകുന്നവരെല്ലാം അകത്ത് കയറുമായിരുന്നു, ആൾത്താരെ കയറുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സങ്കടകരമായൊരവസ്ഥയായിരുന്നത്. അപ്പോൾ പുതിയ ആൾക്കാർ ഡിസൈൻ ചെയ്തപ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ആൾക്കാരെ കയറത്തുള്ളൂ. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ജനങ്ങളുടെ ഏറ്റവും മോശമായിട്ടുള്ള കണ്ടീഷനുള്ള കാര്യങ്ങളെല്ലാം മൊത്തം രേഖ കൊണ്ടുവന്ന് അമ്മയെടുത്ത് കൊടുക്കും. അതെനിക്ക് അന്ന് അമ്മ തന്നൊരു നോട്ടാണ് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ടത്. അപ്പോൾ അങ്ങനെ എന്തോ അവർ കാണിച്ചതോ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തോ എന്തോ റിപ്പോർട്ട് അമ്മയെ കാണിച്ച് രാത്രി ആശുപത്രിയിൽ ഒരു സംഭവം നടന്നു.
ഈ ബോധമില്ലാത്ത രക്തത്തട്ട് കിടക്കുന്ന ആളിൻ്റെ. അപ്പോൾ ചികിത്സ തുടങ്ങിയിട്ടില്ല, ഡയഗ്നോസിസ് ആയിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടർമാർക്കൊരു ഐഡിയ വരുന്നേ ഉള്ളൂ. അന്ന് ഒരച്ഛൻ, ഞാനാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരച്ഛൻ ഈ ഡെഡ് ബോഡിയുടെ അടുത്ത് പോയി കിടക്കുന്ന വ്യക്തി എടുത്ത് രാത്രി വരും. സ്വപ്നമാണ്, അയാളുടെ സ്വപ്നമാണ്, ഈ മരവിച്ച് കിടക്കുന്ന ആളിൻ്റെ സ്വപ്നമാണ്. ഒരച്ഛൻ വന്നിട്ടും പറയും, നിൻ്റെ രോഗം തീർന്നിരിക്കുകയാണ്, നിനക്കിപ്പോൾ ബോധം വരുമെന്ന് പറയും. ഉടനെ ആ മനുഷ്യന് രാവിലെ ബോധം വരും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ബെജോയുടെ സാക്ഷ്യം, ഈ ബോധം വന്ന് കഴിയുമ്പോൾ ഇയാൾ എഴുന്നേൽക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകണത്. ഇങ്ങനെ അകപ്പെട്ടൊന്നും ഇത്രയും ഇഞ്ചുറീസ് ഉണ്ടെന്നും തൻ്റെ പാർട്സുകൾ പലതും ഇല്ലെന്നും ഒക്കെ മനസ്സിലായതും പലരും ചിതറിപ്പോയെന്നും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോകണമെന്നൊക്കെ മനസ്സിലായി. ബോധം വരും. ബോധം വരുമ്പോൾ ആ കിട്ടിയ ബോധത്തിന് അയാളുടെ ഇൻഷുറൻസിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം അയാൾ കുറിച്ച് ഡോക്ടറിന് കൊടുക്കും. പിന്നെ വന്ന ഡോക്ടറിന് അയാളുടെ ഇൻഷുറൻസ്, കാരണം ഇയാൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള ആളാണ്, ഇയാൾ സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള ആളാണ്. അതിൽ നിന്നൊരു 8 ലക്ഷം രൂപ. അപ്പോൾ ഡോക്ടർ വാവിളിച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയുന്ന ഒരു ഓർമ്മയിൽ പറയണതല്ലേ, ഈ ഓർമ്മയിൽ പറയണ കാര്യങ്ങളുടെ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പോയി അന്വേഷിക്കണ്ടേ. അപ്പോൾ ഡോക്ടർ അന്വേഷിച്ചപ്പോൾ കറക്റ്റാണ്, ഈ 8 ലക്ഷം രൂപയുടെ ഉണ്ട്. അപ്പോൾ 10 വട്ടം 18 ലക്ഷം രൂപ കിട്ടി. നോക്കിയേ, അതായത് നിന്നെ കരുതുന്ന കർത്താവ് നിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകും. അപ്പം നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ കർത്താവ് കരുതിയിട്ട് പിന്നെ എന്തായാലും പെടസ്ഥയിൽ താഴെ വീഴണമെന്ന്. താഴെ ഞാനും വീഴും, നിങ്ങളും വീഴും. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വീടെടുക്കാൻ പോയാലും കാറെടുക്കാൻ പോയാലും അത് നമുക്ക് ആൾ കളിക്കാനാണോ മറ്റുള്ള മുമ്പിൽ നമ്മൾ വലിയ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാരുടെ അടിച്ചേൽപ്പിക്കാനാണോ ലോകാരൂപിയാണോ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുമോ? വില്ല് ഓഫ് ഗോഡ് നോക്കണം. അതാണ് വില്ല് ഓഫ് ഗോഡ് നോക്കണത്. വില്ല് ഓഫ് ഗോഡ് നോക്കത്തില്ല. നോക്കണത് എന്താ? നോക്കിയാൽ അവൻ്റെ ആ വിഷ്വലായിട്ടുള്ള അവൻ്റെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ എതിരായിരിക്കും വരാൻ പോണത്. എതിരായിരിക്കും വരാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ചില കല്യാണമൊക്കെ മകന് ചില കല്യാണമൊക്കെ ഒപ്പിച്ച് വെച്ചും യൂറോപ്പിലുള്ള നേഴ്സിനെ കല്യാണം ഒപ്പിച്ച് വെച്ചും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവരുടെയും പറയും ഇവരുടെയും പറയും ഒക്കെ പറഞ്ഞിട്ടും, പക്ഷെ അവർ ഉദ്ദേശിക്കണത് ഞാൻ മെസ്സേജ് എടുക്കണമെന്ന് അവർക്ക് പറയത്തില്ല. അവർ വേറെ പല കാര്യങ്ങളൊക്കെ ആട് പ്രസവിക്കണതിനും പശു പ്രസവിക്കണതിനും പണ്ട് മെസ്സേജ് എടുത്ത പാർട്ടിയാണ്. ഇപ്പം മകളുടെ കല്യാണത്തിന് മെസ്സേജ് എടുക്കേണ്ട, മകൻ്റെ കല്യാണത്തിന് മെസ്സേജ് എടുക്കേണ്ട. എന്താണ്? അവൾ നേഴ്സാണ്. അവിടെ 3 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അപ്പോൾ 3 ലക്ഷം രൂപ ശമ്പളം ഉള്ളത് കൊണ്ട് അതിന് മെസ്സേജ് വേണ്ട. ദൈവം എങ്ങാനും കയറി വട്ടം ചവിട്ടിയാൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം വരുന്നത്. ഇത് പൂർണ്ണ ഹൃദയത്തോടെ അല്ല സംഭവം. നമ്മൾ മെസ്സേജ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതമാണോ? അതാണ് പൂർണ്ണ ഹൃദയം എന്ന് പറയുന്നത്. പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് ദൈവഹിതമാണോ? ചിലരൊക്കെ നമ്മുടെ കുഞ്ഞു പിള്ളേർ വരെ വന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഞെട്ടിപ്പോകും. എന്താ കാര്യം? ഇത് ദൈവഹിതമാണെന്ന് നോക്കാൻ വെച്ചാൽ ഇത് സംഭവം ഓക്കെയാണ്, പക്ഷെ ദൈവഹിതമാണെന്ന് നോക്കാൻ പറയും. അത് ദൈവഹിതമാണെന്ന് നോക്കും. അവർക്ക് പ്രാർത്ഥിച്ചാൽ തന്നെ അവർക്ക് സത്യസന്ധമായ വിശ്വാസ ജീവിതമാണെങ്കിൽ അവർക്ക് അടയാളം കിട്ടും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഈ ഇവിടം വരെ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ എത്തിയതിൻ്റെ പിന്നിൽ എത്രയോ ധീരമായ ചുവടുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മനസ്സിൽ ഇവിടെ കൊണ്ടുവന്ന് കൃപാസനം സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ അഖണ്ഡ ജപമാനം 1000 മണി ജപമാനം ചൊല്ലണമെന്നും ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയ ആ വിഷയത്തിൽ ദൈവഹിതമാണെന്ന് ആന്തരികമായ ബോധ്യം കിട്ടിയ കൊണ്ട് ഞാനങ്ങനെ ചെയ്ത് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്ത് പോകുമ്പോഴെല്ലാം ഒരിക്കലും പരാജയമില്ലാതെ ദൈവം ഇങ്ങനെ കൂടെ നിന്നുകൊണ്ട് 10,000 സുഖപ്പെടുത്തി ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ശുശ്രൂഷയെ ദൈവം സ്ഥിരീകരിക്കും അടയാളം കൊണ്ട്. അപ്പം അതുകൊണ്ട് നിൻ്റെ ജീവിതം ദൈവത്താൽ സ്ഥിരീകരിക്കപ്പെടുന്നതാകാൻ വേണ്ടി ആണ് നമ്മൾ ദൈവഹിതം പരിശോധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയമാണത് അവിടെ വരണത്. പൂർണ്ണ ഹൃദയം എന്ന് വെച്ചാൽ ദൈവഹിതത്തിന് അടയാളമൊക്കെ വരും. അങ്ങനെ അത്ഭുതം ഉണ്ടാകുന്നത്. അതായത് യെശയ്യാ രാജാവ് ഭിത്തിക്ക് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ അടുത്ത് നിൽപ്പുണ്ട്. പെട്ടെന്ന് ഇടിമിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി ധരിച്ചിട്ട് അയാൾ പറയും,
അതായത് അഹാബിൻ്റെ സൂര്യഘടികാരം 10 ചുവട് പുറകോട്ട് അതിൻ്റെ നിഴൽ വീശണത് നീ കാണും, അതാണ് അടയാളം. അപ്പോൾ 15 കൊല്ലം ഞാൻ ഇവന് ആയുസ് ദീർഘിപ്പിച്ച് കൊടുക്കുമെന്ന്. അപ്പോൾ ആയുസ് ദീർഘത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന അടയാളം എന്താണ്? നമുക്കറിയാം, സൂര്യഘടികാരം നിഴൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൂചി ഇടത്തോട്ട് വന്നിട്ട് ആ കാലം, കഴിഞ്ഞുപോയ കാലത്തെ തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷേ അത് അത്ഭുതവും അടയാളമാണ്. അപ്പം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അന്നും ഇന്നും എന്നും അടയാളമുണ്ട്, എന്നും അടയാളമുണ്ട്. ഈ മനുഷ്യൻ്റെ ഓപ്പറേഷൻ, മെജോയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പം എല്ലാവരും, അതായത് മുഖമൊക്കെ ഒടിഞ്ഞിരിക്കണല്ല, മുഖമെല്ലാം ഒടിഞ്ഞിരിക്കുകയാണ്, കൈ ഊരിയിരിക്കുകയാണ്, മുട്ട് 8 പൊട്ടിയിട്ടുണ്ട്, കണ്ണ് തെറിച്ച് പോയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ രാത്രി അച്ഛൻ ഇയാളെ കണ്ട ദിവസം തന്നെ രാവിലെ ഇയാൾ ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിക്കാൻ തുടങ്ങി എന്താണ്? ഇയാളുടെ വയറ്റിൽ കിടക്കുന്ന ബ്ലഡ് മുഴുവനും, ചങ്കിലെ ബ്ലഡെല്ലാം വയറ്റിൽ കിടക്കുകയാണ്. ആ വയറ്റിലെ ബ്ലഡെല്ലാം ഛർദ്ദിച്ചു പോയി. ഡോക്ടർമാർക്ക് പോലും മനസ്സിലായില്ല. ഈ ബ്ലഡ് അകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് ശരിക്കും ഈ ഇൻഫെക്ഷൻ വന്ന് കിടക്കുന്നത് വയറ്റിൽ. എല്ലാം ടോട്ടൽ സിസ്റ്റം കൊളാപ്ഷൻ ആയിരിക്കുകയാണ് അവിടെ എല്ലാം. പക്ഷേ പെട്ടെന്ന് ഒരു മെഡിക്കേഷനും ഇല്ലാതെ, ട്രീറ്റ്മെൻറ്റിൻ്റെ ഡോക്ടർമാരുടെയും ബുദ്ധിക്ക് അപ്പുറത്തേക്ക് വയറ്റിൽ കിടന്നിരുന്ന ബ്ലഡ് പുറത്ത് ചാടി. അത് ദൈവം ചാടിച്ചതാണ്. ഏറ്റവും വലിയ നേഴ്സ്, ഏറ്റവും വലിയ ഡോക്ടർ ദൈവമാണ്. കാര്യം അത്രയും നേരം ചികിത്സിച്ചിട്ട് ഇയാളെ ടെസ്റ്റ് ചെയ്തേരം കണ്ടുപിടിക്കാഞ്ഞ രക്തം എവിടെയാണ് രക്തം പോയി കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ പോയി കിടക്കുന്ന സംഭവം. ആ സാധനത്തിന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് ചടിക്കും. അപ്പം തന്നെ ഈ മനുഷ്യൻ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്ന രീതിയായി. നമുക്കറിയാമല്ലോ, വയർ പേരത്ത് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലക്ക് നേരെ വരികയില്ല, നമ്മൾ ആൾ ഓക്കെ ആയി വരുന്നു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇയാളെ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മുഖമൊക്കെ പൊട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ ഡോക്ടർ ഇവരാണെങ്കിൽ, ഈ പെങ്ങളാണെങ്കിൽ ആങ്ങളൊക്കെ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് നിരന്തരം പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലമൊക്കെ കൊടുത്തു വിടുകയാണ് ബോംബെക്ക് ആശുപത്രിയിലോട്ട്. അതെല്ലാം പെരട്ടിയാണ് ഇങ്ങനെ ഈ പ്രാർത്ഥിച്ച് ഇതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം മുഖമെല്ലാം ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ ഭയങ്കര പേടിയാണ്. കാരണം ഇത് ഈ മനുഷ്യൻ്റെ ലക്ഷണം മാറിപ്പോവും. പക്ഷേ അയാളെന്താ പറഞ്ഞത്, ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മുട്ടൻ്റെ ചിരട്ടയെല്ലാം കറക്റ്റ് ചെയ്ത് കൈയെല്ലാം ഓക്കെയാക്കി ഈ മനുഷ്യൻ ഒരു വീൽ ചെയറിൽ പോയി ക്രിസ്മസ് കുർബാന കണ്ട്, പിന്നെ വടിയും പിടിച്ച് പോയി ഈ പ്രാർത്ഥനകൾ കൂടാൻ തുടങ്ങി. പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണാടി നോക്കിയപ്പോൾ പറയണേ, എൻ്റെ പഴയ മുഖത്തേക്ക് ഞാൻ സുന്ദരനായിരിക്കണമെന്ന്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിളിക്കണമെന്ന് ചോദിച്ചു. പിന്നെ ഇയാൾ മുഴുവനും ഇവിടെ നാട്ടിൽ കണ്ണൂർ വന്നതിന് ശേഷം പിന്നെ കൃപാസനത്തിൽ വന്നും പോയി നിൽക്കുക. അപ്പോൾ ആൾക്കാർ ചോദിക്കും, നീ എപ്പോഴും ആലപ്പുഴ ഓർഡർ ഉണ്ടല്ലോ, നിനക്ക് എന്നാ കിട്ടണതെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് എന്നെ തന്നെ കിട്ടിയതാണെന്ന് പറയും. ആ മനുഷ്യ സാക്ഷി നല്ല രസമാണ് കേൾക്കാൻ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ, ഇപ്പം അയാളും വൈഫും കൂടി അയർലൻഡിലോട്ട് പോവുകയാണ്. അതാണ് സംഭവം. നമ്മൾ ഈ കഥ കേട്ടോണ്ടുന്ന സമയത്ത് നിങ്ങളെന്ത് വിചാരിച്ചു? അവരുടെ ജീവിതം തീർന്നെന്ന് വിചാരിച്ചു. ശവമായെന്ന് പറഞ്ഞ മനുഷ്യനെ ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി വിസ റെഡിയായി, രണ്ടുപേരും കൂടി ഈ ആഴ്ച അയർലൻഡിലോട്ട് പോവുകയാണ്. ദൈവത്തിന് നിന്റെ ജീവിതം പുനരുദ്ധരിച്ചെടുക്കാൻ സെക്കൻഡുകൾ മതി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നിന്റെ ആയുസ്സിൻ്റെ നിഴല് കഴിഞ്ഞുപോയ കാലത്തെ തിരിച്ചു തരാൻ കർത്താവിന് കഴിയോ? അതുകൊണ്ടാണ് അച്ഛൻ പറയണത്, ഉടമ്പടി അതിൻ്റെ സാധ്യത എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. ഉടമ്പടിയുടെ സാധ്യത എന്താണെന്ന് ഇപ്പം കണ്ണൊക്കെ പറയാൻ എന്താണ്, അത് നിത്യതയുടെ താക്കോലാണെന്നൊക്കെ അവർ പറയുന്നത്. ഞാൻ അവസാനപ്പെടാത്ത ആൾക്കാരാണ് അനുഭവത്തിൽ നിന്ന് നിത്യതയെക്കുറിച്ചൊക്കെ പറയണത്. എന്തോ ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ അതായത് ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് കേൾക്കണം. ഒരു കാലത്ത് കേൾക്കാത്ത ഉടമ്പടി അനുഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന മോളുടെ പേരെന്നായിരുന്നു, സിമി, തൃപ്പൂണിത്തറ. എൻ്റെ പരിപാടി 3 പ്രാവശ്യം അവർക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നിട്ട് 3ാമത്തെ പ്രാവശ്യം അവർക്ക് അതാ പറഞ്ഞപ്പോൾ വിട്ടുപോയി അല്ലേ. ആ സിമിയെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചത്, 3ാമത്തെ
ഈ പെൽവിക്കിലും അതുപോലെ തന്നെ തോളിലുമൊക്കെ മുഴയായി ക്യാൻസർ 3-ാം പ്രാവശ്യം പടർന്നപ്പോൾ ഡോക്ടർ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവക്ക് ചങ്കിടിപ്പായി, ഇനി ആരും ഇല്ലല്ലോ പറയാനെന്ന്. അപ്പോൾ അവൾ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ടും പറയും, എനിക്ക് ജീവിക്കണം, എൻ്റെ ആയുസ് നീട്ടിത്തരണം. ഡോക്ടർ വരെ പറഞ്ഞ എന്താണ്, നമുക്ക് നോക്കി, ഇന്ന് വരെ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതിപ്പോൾ ശരിയാവും, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇപ്പോൾ പറയണത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ പറച്ചിലിൽ ഒരു ആത്മവിശ്വാസക്കുറവാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, മരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. അപ്പം മരുന്നുമില്ല, ഡോക്ടറുമില്ല, സയൻസുമില്ല, എൻ്റെ ജീവനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൈവിട്ട് വൈകിട്ട് പോണകയാണ്. പറഞ്ഞ് എനിക്ക് കണ്ണീരോടെ വന്നിട്ട് മാതാവിനോട് പറയാം, എനിക്ക് ജീവിക്കണം അമ്മയെന്ന് പറയും, എനിക്ക് ജീവിക്കണമെന്ന് പറയാം. അപ്പം ജീവിക്കണമെന്ന് പറഞ്ഞതിട്ട് കരഞ്ഞിട്ടാണ് പറയണത്. അപ്പോൾ എൻ്റെ അടുത്തും കൊണ്ടുവന്ന് അപേക്ഷ കടലാത്ത് തരും, ഇതാണ് എൻ്റെ അവസ്ഥ, ഡോക്ടർ നമുക്ക് നോക്കാമെന്ന് പറയണത്, എനിക്ക് ജീവിക്കണം അച്ഛൻ എന്ന് പറയും. ചെറുപ്പമല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പം അത് പിന്നെ രോഗമായിപ്പോയി. പിന്നെ ഇപ്പം എന്നാലും ആ വീട്ടുകാരെ ഞാൻ സമ്മതിച്ചേക്കാം. അവർ പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയമ്മയും ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ തങ്കപ്പെട്ട മനുഷ്യരാണ്. പക്ഷെ അവരെൻ്റെ കൂടെ നിൽക്കുകയല്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞതാണ്, ഇനി പ്രസവിക്കത്തില്ല. പക്ഷേ എന്നിട്ടും അമ്മായിയമ്മയും ആ വീട്ടുകാരും അവരുടെ കൂടെ നിൽക്കുകയാണ്. അതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മളിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. നമ്മൾക്ക് ഇന്ന് വരെ എൻ്റെ പൗരോഹിത്യം ഇപ്പോൾ 38 കൊല്ലമായി. ഞാൻ ഒരു 21 ലക്ഷത്തെ ആൾക്കാരോടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ എളുപ്പം ആരാണെന്നറിയാവോ? ഞങ്ങൾ 0 ആയിപ്പോയി, ഇനി രക്ഷയില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. മറ്റുള്ളവർ ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കാശുണ്ട്, ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ സർജനുണ്ട്, ഞങ്ങൾക്ക് അന്വേഷിക്കാൻ ആളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ദൈവം ഇരിക്കട്ടെ എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിച്ചാൽ റിട്ടേൺ അടിക്കും. എന്താ കാര്യം? ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവർ മസിലും പെരുപ്പിച്ച് ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കാൻ വന്നിരിക്കുകയല്ലേ. അഭ്യാസം കാണിക്കലല്ല ശരിക്കും പറഞ്ഞാൽ, ആശ്രയിക്കന് വേണ്ടത്. ഞാൻ ഇവളോട് എന്നെ പറഞ്ഞു, അച്ഛാ എനിക്ക് ജീവിക്കണമെന്ന് പറയുമ്പോൾ എന്നോട് ആയുസ്സിന് വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിൽ യാചിക്കുകയാണ്. ശരിക്കും ഞാൻ അങ്ങനെ തന്നെ മാതാവിനോട് പറഞ്ഞു, അവൾക്ക് ജീവിക്കണമെന്ന് പറയും. ഇത് വെച്ചിട്ട് പറയാം, വേറെ എന്താ പറയണത്? അവിടെ ഇവിടെ സാഹിത്യം പറഞ്ഞ വല്ല ആവശ്യമുണ്ടോ? മനുഷ്യനെ അനുഭവിക്കുന്ന പ്രശ്നം അതുപോലെ അമ്മയോട് അവൾക്ക് ജീവിക്കണമെന്ന് പറയും. ചെറുപ്പമാണ്. അപ്പം എന്നോട് പറഞ്ഞത് പൗരോഹിത്യം പറയാൻ പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, 38 വർഷമായി ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട്, നീ എൻ്റെ പൗരോഹിത്യം വിശ്വസിക്കുന്നുണ്ടോ അമ്മ ചോദിക്കണം. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അച്ഛാ എന്ന് പറയും. നീ ജീവിക്കുമെന്ന് പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് കിട്ടിയ പൗരോഹിത്യത്തെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പട്ടക്കല്യാണത്തിൻ്റെ ദിവസം ഞാൻ എൻ്റെ എൻ്റെ കുർബാന ഉടുപ്പ് ഞാൻ തന്നെ ഡിസൈൻ കൊടുത്ത വരപ്പിച്ചത്. അതിൻ്റെ അകത്തൊരു കുഞ്ഞാടാണ് ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉടുപ്പ് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ നടുക്കുകൂടി കുരിശു കുത്തി ഇറക്കിയിട്ട് കുഞ്ഞാട് പാപത്തിന് പരിഹാരം ചെയ്യുന്ന ഒരു കുഞ്ഞാടിൻ്റെ രൂപമാണ് എൻ്റെ കുർബാന ഉടുപ്പ് ഉണ്ടായിരുന്നത്. എൻ്റെ കുർബാനയുടെ ഉടുപ്പിൻ്റെ അവിടെ കത്തിൽ അച്ഛന്മാർക്ക് കൊടുത്തിരുന്ന
നാട്ടുകാർ കൊടുത്തിരുന്ന കത്തിൻ്റെ ഒരു 2 ഫ്ലോപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫ്ലോപ്പിൻ്റെ ഫ്രണ്ടിലൊരു ഫ്ലോപ്പ്, രക്ഷിച്ചവന് തല കൊടുത്തു എന്നും പറഞ്ഞ് ഒരു ചെറിയ കഥയാണ്. രക്ഷിച്ചവന് തല കൊടുത്തു എന്ന് പറഞ്ഞു. എന്താ കാര്യം, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാഠമാണ്. ഞാൻ കർത്താവിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഞാൻ 2ാം ക്ലാസ്സിലെ പാഠം ഓർക്കും. എന്താ പാഠം എന്ന് വെച്ചാൽ, 2ാം ക്ലാസ്സിൽ ഒരു കർഷകൻ, നിങ്ങളും പഠിച്ചു കാണും ആ പാഠം. 2ാം ക്ലാസ്സിൽ പാഠത്തിലൊരു ഒരു കഥയുണ്ടായിരുന്നു. ഒരു കർഷകൻ ഒരു ചപ്പകൂനയിൽ വന്ന് കുപ്പത്തൊട്ടി വന്ന് നോക്കുമ്പോൾ ഒരു വാഴ വിത്ത് അവിടെ ഇങ്ങനെ ചെതലരിച്ച് കിടക്കണ കണ്ടു. അപ്പം കർഷകൻ ആ വാഴ വിത്ത് എടുത്തുകൊണ്ട് പോയി സ്വന്തം പറമ്പിൽ ചവറെല്ലാം കളഞ്ഞ് വെച്ച് വെള്ളവും ഇട്ട് ഒഴിച്ചൊക്കെ അതിനെ വളർത്തി കുറേ നാളായപ്പോൾ നല്ല ശരിക്കും ചട്ടച്ച് വളർന്ന് ഭംഗിയായിട്ട് വലിയൊരു കൊലയുമായിട്ട് കൊഴിച്ചപ്പോൾ ആ രക്ഷിച്ചവനെ, ആ കർഷകനെ ആ കൊല വെട്ടി കർഷകൻ അരിവാളം കൊണ്ടുവന്നപ്പോൾ തല ചായച്ചു കൊടുക്കുന്ന വാഴയെപ്പോലെ നിൽക്കുകയാണ്. അതാണ് ഞാൻ എൻ്റെ പട്ടക്കല്യാണ പുസ്തകത്തിൽ. അപ്പോൾ എനിക്ക് പൗരോഹിത്യത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുമൊക്കെ നല്ല ബോധത്തോടെയാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. കാര്യം കർത്താവ് രക്ഷകനാണെന്നും അവന് ജീവൻ കൊടുക്കാൻ വേണ്ടി മാത്രം അവൻ പോകുന്നവനാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പൗരോഹിത്യം. അതാണ് ഞാൻ അവളോട് ചോദിച്ചത്, എൻ്റെ പൗരോഹിത്യം നീ വിശ്വസിക്കുന്നുവോ? കർത്താവ് എനിക്ക് തന്ന പൗരോഹിത്യത്തിലാണ്. അത് കർത്താവിൻ്റെ പൗരോഹിത്യമാണ്. ആ ജനങ്ങളുടെ മുറിവുണക്കുന്നതാണ് അറ്റകൈ പ്രയോഗമുള്ളതാണത്. അവസാനം അത് അറ്റകൈ പ്രയോഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തീർന്നു എന്ന് കാണുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, നിങ്ങൾക്കറിയാവല്ലേ എലീശ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 18-ാം വാക്യം വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 2:18. എലീശ ജെറിക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു. അവൻ അവരോട് പറഞ്ഞു, പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ? നഗരവാസികൾ എലീശയോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്കടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ഇത് കണ്ടില്ലേ മക്കളെ, ജെറിക്കോയാണ് പട്ടണം. ജെറിക്കോയുടെ പട്ടണം ജീവിക്കാൻ കൊള്ളാം, പക്ഷേ എന്താ പറ്റും, വെള്ളത്തിലത് വിഷമാണ്. വെള്ളത്തിൽ വിഷം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, പിന്നെ ജനങ്ങൾ കുടിയൊഴിഞ്ഞ് പോകണം. അപ്പം ജീവിക്കാൻ കൊള്ളാവുന്ന പട്ടണമാണെങ്കിലും വെള്ളമില്ലാത്ത കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം എലീശ അവരോട് പറയണത് എന്താണ്? എലീശ പറയുന്നത് അതായത് ജീവിക്കാൻ കൊള്ളാത്ത നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമുക്ക് ജീവിക്കാൻ പറ്റണില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ പല തിക്കുമുട്ടുകളും പല സമ്മർദ്ദങ്ങളും കാരണം നമുക്ക് ജീവിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള ആസ്തി എന്താണ്? എലീശ പറഞ്ഞു കേട്ടില്ലേ, നിങ്ങളിത്തിരി ഉപ്പ് കൊണ്ടുവരിക. എന്ത് ഉപ്പ് കൊണ്ടുവരിക എന്താണ് എലീശ പറയണത്? പറഞ്ഞേ, വായിച്ചേ. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് 2 രാജാക്കന്മാർ 2:18, 16, 18, 19, 20. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് എലീശ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ഉപ്പെടുത്തിട്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഇവനെ ശുദ്ധീകരിക്കണത്. അപ്പോഴ് ഈ വിഷമായിരുന്ന വെള്ളത്തിൻ്റെ വിഷം മാറിയിട്ട് അതങ്ങ് മധുരിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ പൗരോഹിത്യം ഇതുപോലെയാണ്. തകർന്നു വരുന്ന മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉപ്പ് കൊടുക്കും, ചിലപ്പോൾ നമുക്ക് ഉടമ്പടി തൈലം കൊടുക്കും. എന്തിനാണ്? ഇത് കർത്താവിൻ്റെ നാമത്തിലാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അത് വിധിപ്രകാരം, അത് ഞാൻ എപ്പോഴും പൗരോഹിത്യ വിധിപ്രകാരം എന്ന് പറയുന്നതിന് കാരണം എല്ലാവർക്കും ഈ പൗരോഹിത്യമുണ്ട്. അതെല്ലാവരും അതുപോലെ ഒന്ന് ഉപയോഗിച്ചാൽ മതി. ആ പൗരോഹിത്യം കൊണ്ട് നമ്മൾ വേറെ എന്തെല്ലാം ചെയ്യണമുണ്ട്, പക്ഷെ അടിസ്ഥാനപരമായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജനങ്ങളുടെ മുറിവ് ഉണക്കുകയാണ്. മുറിവ് വെച്ച് കെട്ടുക, മുറിവ് ഉണക്കുക, തകർന്നു പോയതിനെ കർത്താവിൻ്റെ തിരുസേനയിലേക്ക് തിരിച്ച്, ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനെ തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ ചട്ടം മുടന്നുകൊള്ളതിനെ ചുമലിലേറ്റുക. ഇങ്ങനെ അടിസ്ഥാനപരമായ ജോലി പൗരോഹിത്യത്തിനുണ്ട്. ആ പൗരോഹിത്യത്തിന് അടിസ്ഥാനപരമായ ജോലി അതുപോലെ ചെയ്യുമ്പോഴാണ് ദൈവം
നമ്മളെ ശുശ്രൂഷകളെ അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കണത്. കാര്യം അതുകൊണ്ടാണ് അന്ന് പറയണത്, നീ എൻ്റെ പൗരോഹിത്യം വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നെ വിശ്വസിക്കുന്നുണ്ടോ, ഞാനൊരു അത്ഭുത ജീവിയാണെന്ന് പറഞ്ഞാൽ അല്ല എൻ്റെ അർത്ഥം. എനിക്ക് പട്ടം തന്ന കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോന്നാണ് ചോദിക്കണത്. കർത്താവിൻ്റെ പൗരോഹിത്യം നീ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ചോദിക്കണത്. അവൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ രാത്രി മുകളിലത്തെ മുഴയും അരക്കെട്ടിൻ്റെ മുഴയും അപ്രത്യക്ഷമാകും. അതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശക്തി എന്ന് പറയണത്. നിങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളുടെ ജീവിതവും വിശുദ്ധതയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി പുനഃക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള കൊതിയും അതുപോലെ ആർജവത്വം ഉണ്ടായി കഴിയുമ്പോൾ ഉടമ്പടി ഒന്നല്ല 9 കാര്യം ഉടനെ നടക്കും. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തോടെ വിശ്വസ്തയോടെ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എന്തേക്കും മക്കളെ, എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷത്തിൽ എഴുന്നേൽക്കുക. ദിവ്യകാരുണ്യമേ ബലിവേദി. നമുക്ക് നല്ല പാട്ടുപാടി ആരാധനയിലെ ആർമാദിച്ച അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. ശ്രുതികട ഹല്ലേലൂയ. മക്കളെ, അനാവശ്യമായ ഒരു വേവലാതിയുടെയും ഒരു ആവശ്യമില്ല. നിങ്ങൾ ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഒരു ബന്ധവും സ്വന്തവും ഇല്ലെങ്കിലും കർത്താവ് ആ മനുഷ്യനെ ഒരു ബന്ധമില്ലാത്ത, അതായത് മെജോ ഇവിടെ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയണേ, ഞാനിതെല്ലാം സുഖപ്പെട്ട് മിടുക്കനായി കർത്താവ് എന്നെ ഉടമ്പടി ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ സന്ദർഭവശാൽ എനിക്ക് വേണ്ടി 10 ലക്ഷം രൂപ എൻ്റെ ആങ്ങളേണെന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത നേഴ്സോട് നിൽപ്പുണ്ടായിരുന്നെന്ന്. അതല്ലേ പ്രശ്ന. അപ്പം ഞാൻ ചോദിച്ചു എന്താ വന്നെന്ന് ചോദിച്ചേ. അപ്പോൾ പറഞ്ഞ് മക്കളില്ല, 10 വർഷമായെന്ന്. അപ്പം മെജോ പറഞ്ഞ് എൻ്റെ ഉടമ്പടി നേഴ്സിൻ്റെ കാര്യം കൂടി ഞാൻ എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവർക്കിപ്പോൾ ഒരു കൊച്ചുണ്ട്. അപ്പം നിങ്ങൾ ദൈവ പൈതലാവുക. അപ്പം ദൈവം നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കാവും. നിങ്ങൾ ദൈവ പൈതൽ, അത് തീരുമാനമെടുക്കുക. ഇപ്പം ലോകത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവ പൈതലാകാൻ തീരുമാനമെടുക്കുക. ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കുക, എപ്പോഴും ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി പ്രേക്ഷിത വേല ചെയ്യുക, ദൈവത്തിന് വേണ്ടി ജാതിയും മതവും നോക്കാതെ എല്ലാ സങ്കടക്കാരെയും ചേർത്ത് വെക്കുക. ആ ദൈവത്തിന് വേണ്ടിയാണെന്ന് ഈശോയോട് പറയുക. അങ്ങനെ ആത്മബന്ധത്തിൽ ഈശോയിൽ വളരുക. ശ്രദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു, സ്നേഹത്തിൻ്റെ സാക്ഷികളാകുന്നു, ഐക്യത്തോടെ നമ്മൾക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പങ്കുവെക്കുന്നു, സുവിശേഷം വേല ചെയ്യുന്നു, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഉടമ്പടിയിലായി. പിന്നെ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങാം. നമ്മൾ പറയണതൊക്കെ ദൈവം ചെവി തന്ന് കേട്ടുകൊണ്ടിരിക്കും. അതുപോലെ നിവൃത്തിയായിക്കൊണ്ടിരിക്കും. സ്വർഗത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മത്തായി 3:9 നമ്മൾ വായിച്ചു. നിങ്ങൾക്ക് അവരുണ്ട്, ഇവരുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒന്നും പറയണ്ട. ഞങ്ങൾക്ക്
നമ്മുടെ ഇല്ലായ്മകൾ പറയാനാണ് പരിശുദ്ധ അമ്മ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അല്ല, ഉണ്ടെന്ന് പറയാനില്ല. ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടെന്ന് പറയണത് നെഗറ്റീവ് ഇഫക്റ്റും ഇല്ലെന്ന് പറയണത് പോസിറ്റീവ് ഇഫക്റ്റുമാണ്. ഞങ്ങൾക്ക് എബ്രാഹത്തിൻ്റെ സന്തതികൾ, ഞങ്ങൾക്ക് പിതാവ് എബ്രാഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ റിജക്റ്റായപ്പെടുകയും അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഉടമ്പടി. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അനന്തമായ സാധ്യതകളോടുകൂടി സർവ്വജനങ്ങൾക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ടാണ് ഈ അവസാന കാലങ്ങൾ ദൈവൻ ഉടമ്പടിയിലേക്ക് നമ്മളെ കോർത്ത് ഇണക്കുകയും ഐക്യപ്പെടുത്തി നിർത്തുകയും സംരക്ഷണത്തിൻ്റെ വരയും തീർക്കുകയും ചെയ്യുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അലർജി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്ന, ചിലപ്പോൾ ആന്തരികമായ അലർജി എന്താണെന്ന് കണ്ടുപിടിച്ച് കാണത്തില്ല. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. പക്ഷേ 10,000 തരം അലർജികളുണ്ട്. ഇന്ന് വരെ നിൻ്റെ ശരീരത്തിൽ അലർജിയുടെ എന്ത് കണികയാണെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചോ? നിൻ്റെ ശരീരത്തിന് പുറത്തും അകത്തും ഉണ്ടാകുന്ന അലർജി ഇതുവരെ അടയാളപ്പെടുത്താത്തതാണ് എങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ഓൺലൈനിലുള്ളവർ, ഇവിടെ ഉള്ളവർ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവ് അത്ഭുതങ്ങളും അടയാളം കാണിക്കും. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉചിതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ എല്ലാത്തരം അലർജികൾ, അജ്ഞാതമായ അലർജി രോഗികൾ യേശു ക്രിസ്തു നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ അലർജി രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് സമ്പത്തില്ല, അതുപോലെ തന്നെ നമ്മുടെ പൈസ കുടുങ്ങിപ്പോയി, പലരുടെ കയ്യിലായിപ്പോയി. ഇനി ജോലി കിട്ടിയാലും അതിന് മുടക്കാനും പോകാനും ഒന്നും കാശില്ല, ഒരു ഗതിയും ഇല്ലാതെ ഇരിക്കുന്നു. ഇനി ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ പോലും അത് അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി അഭിഷേകത്തിനായി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ശ്രദ്ധിക്കട്ടെ. ജീവിതത്തിന് വഴി കാണാതെ അലയുന്ന മക്കൾക്ക് പുതിയ വഴികൾ, ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴികൾ ഈ ആരാധനയിലൊന്ന് തുറന്നു കൊടുക്കണമേ. പല വിഷയങ്ങൾ കൊണ്ട് ജീവിതം മടുത്തു പോയവരുണ്ട്. ജീവിതം തന്നെയല്ല, നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾക്ക് ഇങ്ങനെ ആവർത്തിച്ച് പരാജയം സംഭവിച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഒരു യന്ത്രം പോലെ ഇവിടെ വരുന്നു, ഇവിടുന്ന് പോകുന്നു, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യട്ടെ, ഞാൻ തീർന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ ആരെങ്കിലും പറയുന്ന കൊണ്ട്, ആരെങ്കിലും ഇങ്ങനെ തല്ലിപ്പായിക്കുന്ന കൊണ്ട് വന്ന് നിൽക്കുന്നു, പോകുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വിശ്വസിക്കാനൊന്നും പറ്റണില്ല, അതിനുള്ള അടയാളം കിട്ടണില്ല. അങ്ങനെ മനസ്സിടിഞ്ഞു പോയ ആൾക്കാരുണ്ട്. ഡിപ്രഷൻ ബാധിച്ച പല കാര്യങ്ങൾ കൊണ്ട് ഡിപ്രഷൻ വന്നവരുണ്ട്. അവരുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഒരു മനസ്സിന് ഒരു ധൈര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഒത്തിരി കൊതിച്ചിട്ട് ഇപ്പോൾ ചിലർക്ക് എൻ്റെ അടുത്ത് ഒരു ലിസ്റ്റ് തരും. അച്ഛാ ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുകയാണ് അച്ഛാ, എന്നാലും ഞങ്ങൾക്കൊന്ന് കൂടി താമസിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്തെങ്കിലും അമ്മ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഭയങ്കര കൊതിയാണ്. എന്തോ ഒരു പ്രത്യേക കാലത്ത് അവർ പിരിഞ്ഞു പോയതാണ്, ഭാര്യയും ഭർത്താവും. പക്ഷെ ഇപ്പോൾ ചിന്തിച്ചിട്ട് പ്രത്യേകം അങ്ങനെ പിരിയേണ്ട ഒരു കാര്യമായിട്ട് ഉണ്ടായിട്ട് തോന്നണില്ല.
ഒന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു, അതിനെ കണ്ടില്ലെന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒത്തില്ല. അങ്ങനെ അബദ്ധങ്ങളെല്ലാം പഴയ കാലങ്ങളിൽ സംഭവിച്ചു പോയി. അത് വേണമെങ്കിൽ ക്ഷമിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ ജീവിതം പോകത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളവരെ ജീവിതം കൈവിട്ടു പോയി അത് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുള്ള പലരുണ്ട്. ചിലപ്പോൾ ഒരു വാക്ക്, ചിലപ്പോൾ ആ പേപ്പർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ജോലി ഇന്നതിന് കിട്ടിയനം അത് സമയത്ത് പിറ്റേ ദിവസമാണ്, അല്ലെ പിറ്റേ ആഴ്ചയിലാണ് പോസ്റ്റ്മാൻ തന്നത്, അല്ലെങ്കിൽ ഞാൻ ഇമെയിൽ കണ്ടത്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതും ഓർത്ത് ഇപ്പം തന്നെ അത് ഓർത്ത് ഇപ്പോഴും അത് തന്നെ ഓർത്ത് വേറെ ഒന്നും ചെയ്യാതെ വിഷമിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കാലം കഴിഞ്ഞു പോയെന്ന് നിരാശപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ രക്തം, മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയുടെ രക്തം പടരട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഓൺലൈനിലുള്ള ശ്രദ്ധിക്കുക, നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയുടെ രക്തം പടരുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. മനസ്സില്ല, മനസ്സോടെ സമ്മതിച്ചിട്ട് വീടും പണവും മറ്റുള്ളവർ അംഗങ്ങളെ മറ്റുള്ള മക്കളൊക്കെ ഒന്നും കൂടെ ഉണ്ട്, അവർക്ക് കിട്ടേണ്ടത് പോലും കിട്ടാത്ത രീതിയിൽ ആ ശാഠ്യം കാരണം ചില തീരുമാനങ്ങൾ വീട് വിൽപ്പനയെക്കുറിച്ചും അതുപോലെ തന്നെ സ്ഥല വിൽപ്പനയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആരെങ്കിലും ഒരു മകനും മകൾക്ക് വേണ്ടി കുടുംബം മുഴുവനും ബലിയാകേണ്ട രീതിയിലുള്ള അന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ എടുക്കാതെ നിവൃത്തിയില്ലാത്ത രീതിയിൽ അകപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കന്മാരും വീട്ടുകാരും ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മോഹവലയത്തിൽ അകപ്പെട്ടിട്ട് ജീവിതം നശിച്ചു പോകാൻ പോകുന്ന ആൾക്കാരുണ്ട്. അവിടെ പോയെല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചുകൊണ്ട് പൈസ കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട്, പൈസ കൊടുക്കാൻ പോകുന്നവരുണ്ട്. ഇതിൽ തിന്മയുണ്ട്. നിങ്ങൾക്കത് ഗുണം പിടിക്കത്തില്ലെങ്കിൽ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അകപ്പെട്ട ജീവിതങ്ങൾ, മുരടിച്ച ജീവിതങ്ങൾ. ഇപ്പം ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അഭിപ്രായം, നിങ്ങളെ പ്രതീക്ഷകളെ ഇപ്പം ഞാൻ പറഞ്ഞ ലേഡിക്ക് ഗർഭപാത്രം പോലും ഇല്ല, അവൾ ചെറുപ്പക്കാരത്തിയാണ്, എന്നിട്ട് അവർ ദൈവത്തിൽ വിശ്വസിച്ച് സന്തോഷിച്ച് ജീവിക്കുക. അവർ അങ്ങനെ അതായത് എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം പോയാൽ നിങ്ങൾ തീരുമാനിക്കരുത്. ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതം പോകത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിതം പോകത്തില്ല. ദൈവത്തെക്കാൾ നിങ്ങളുടെ ജീവിതത്തെക്കാൾ വലുതാണ് ദൈവം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഞാനത് ഇട്ടിട്ട് അപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ. സാക്ഷ്യം ഇതാണ്: ഭർത്താവിന് 50 വയസ്സ്, ഭാര്യയ്ക്ക് 43 വയസ്സ്, വർഷങ്ങളായിട്ട് മക്കളില്ല. അപ്പം ഒരുമാതിരിപ്പെട്ട ചികിത്സകളെല്ലാം കഴിയും. 50 വയസ്സായിട്ട് മക്കളില്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ചികിത്സ അവരെടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തെന്ന് വിചാരിച്ചോ. പക്ഷെ ദൈവം ക്ലോസ് ചെയ്യാത്തടത്തോളം ഒരു ചാപ്റ്ററും ആർക്കും ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരൊറ്റ ഉടമ്പടി. അവർക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. 50 വയസ്സായ ഭർത്താവിനാണ് കുഞ്ഞ്, അതാ 43 വയസ്സുള്ള ഭാര്യയ്ക്കാണ് കുഞ്ഞെന്ന് പറയണം. അപ്പം നിങ്ങൾ ഒരു ഫയലും മടക്കി വെക്കണ്ട. അമ്മയോട് അത് പറയാൻ പറ്റണ പോലെ വിശ്വാസത്തിൽ, വിശ്വസ്തതയിൽ, പൂർണ്ണ ഹൃദയത്തോടെ ഉടമ്പടി ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണീര് ദൈവത്തിനെ ഏൽപ്പിക്കുക. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങളുടെ ദുരിതങ്ങള് നിങ്ങൾ ഇപ്പം ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടില്ലേ, ഇതെല്ലാം ഈ ആഴ്ചത്തെ സാക്ഷ്യങ്ങളാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന വലിയ ദൈവിക ഇടപെടലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഇങ്ങനെ രുചിച്ച് നോക്കാതെ, കറിക്ക് ഉപ്പ് നോക്കണ പോലെ ഉടമ്പടിക്ക് ഉപ്പ് നോക്കാതെ, മര്യാദക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും അതിൻ്റെ അരുവി മനസ്സിലാക്കിയിട്ട് ഉടമ്പടിയിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് സമർപ്പിതരാകാൻ വേണ്ടിയും ഉടമ്പടി പ്രകാരം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമാകുക. ശ്രുതികട്ടെ. പലതരത്തിലും പട്ടിണികൾ പോലും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. പിരിഞ്ഞ് താമസിക്കുന്നവരെ,
ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിൽ പെട്ടുപോയവർ, മക്കൾ ചീത്ത പ്രണയങ്ങളിൽ അകപ്പെട്ട് ജീവിതം പോയവർ, മക്കൾ വഴിവിട്ടു പോയവർ ഒക്കെ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. വലിയ മാരകമായ വിഷത്തിൽ, അതുപോലെ തന്നെ ശീലത്തിലും കഞ്ചാവ് പോലെയുള്ള പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾ അകപ്പെട്ടു പോയവർ, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ അതിശക്തമായി സൂചിച്ചാൽ മതി. പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്കും ഈ ആൾക്കാർക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റുന്നൊരു ദിവസമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവ് നിന്റെ വിശുദ്ധ ദേവനത്താൽ, വിശുദ്ധ രക്തത്താൽ ഓരോ മകനെയും മകളെയും തളിക്കണമേ. ജപ്തി നടപടികൾ, കർത്താവ് വിൽക്കാനുള്ള സ്ഥലങ്ങൾ, വിൽപ്പനയ്ക്ക് ദോഷമുള്ളവർ, കർത്താവ് വാങ്ങാൻ ആളില്ലാത്തവർ, വാടക കയറിയിട്ട് കർത്താവ് വാടക ഒഴിയാത്തവർ, കർത്താവ് അങ്ങനെ പലതര വിഷയങ്ങളിൽ വിദ്യാഭ്യാസ ജോലി നഷ്ടപ്പെട്ടവർ, വിദ്യാഭ്യാസം കിട്ടാതെ അവിടെ വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, അകപ്പെട്ടു പോയവർ, ജയിലിലായിരിക്കുന്നവർ, കർത്താവ് ഇങ്ങനെ ഓരോവിധ വിവാഹ ദോഷങ്ങളുള്ളവർ, മക്കളില്ലാത്തവർ, കർത്താവ് വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, എല്ലാ തരത്തിലും വേദന അനുഭവിച്ചൊരു കർത്താവെ മനസ്സിടിഞ്ഞു പോയവർ, ജീവിതം മുരടിച്ചവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത എല്ലാ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ.